ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നത്. നേരത്തെ തന്നെ ഈ പ്രസിഡന്റ് ട്രംപ് വിമാനം മാറിക്കയറി ഇറാനെ പേടിച്ച് തുർക്കിയിൽ വെച്ച് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും ഇതിൻ്റെ മറ്റു ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇറാനെ പേടിച്ച് ഡൊണാൾഡ് ട്രംപ് അതീവ രഹസ്യമായി വിമാനം മാറിക്കയറിയിട്ടും അദ്ദേഹം ഉണ്ടെന്ന് തോന്നിച്ച വിമാനത്തിൽ, അതായത് യഥാർത്ഥത്തിലുള്ള തുർക്കി നൽകിയ ഖത്തർ നൽകിയ എയർഫോഴ്സ് വണ്ണിൽ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലെ പ്രമുഖർ യാത്ര തുടർന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതായത് ട്രംപിനെ ഇറാനെ പറ്റിക്കാനായി ട്രംപ് വിമാനം മാറി യഥാർത്ഥ എയർഫോഴ്സ് വണ്ണിൽ കയറുന്നു. അത് ഒളിച്ചു കയറുകയാണ്. ഒരു ചരക്ക് വാഹനത്തിലാണ് ട്രംപ് അങ്ങോട്ടേക്ക് കയറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നു. ട്രംപ് അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ചാരക്കണ്ണുകൾക്ക് സംശയത്തിന് ഇട കൊടുക്കാതിരിക്കാനാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും കഴിഞ്ഞ മാസം തുർക്കിയിൽ നടന്ന നാടകത്തിന്റെ ഭാഗമായത് എന്നാണ് പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധം മൂലം ഇറാന്റെ വധഭീഷണി നിലനിൽക്കുന്നതിനിടെ നാറ്റോ ഉച്ചകോടിക്കായി തുർക്കിയിലെത്തിയ ട്രംപ് മടങ്ങാൻ നേരമാണ് എയർഫോഴ്സ് വണ്ണിൽ എല്ലാവരും കാണുകെ കയറിയത് എങ്കിലും പിൻവാതിൽ വഴി രഹസ്യമായി പുറത്തിറങ്ങി. തുടർന്ന് ഒരു കേറ്ററിംഗ് ട്രക്കിൽ ഒളിച്ച് സഞ്ചരിച്ച് മറ്റൊരു ചെറിയ വിമാനത്തിന്റെ അരികിലെത്തി അതിൽ കയറി പറന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇത്തരമൊരു നാടകത്തിനായി, അപകടകരമായ ഈ നാടകത്തിനായി ബലിയാടാക്കിയത് മാർക്കോ റൂബിയോയും ബെസന്റും അടക്കമുള്ള അമേരിക്കയിലെ പ്രമുഖ ഉദ്യോഗസ്ഥരെയാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. US പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള അടിയന്തര പിന്തുടർച്ചയ്ക്കുള്ള അധികാര ശ്രേണിയിൽ വൈസ് പ്രസിഡന്റും ജനപ്രതിനിധി സഭാ സ്പീക്കറും സെനറ്റ് പ്രോപ്ടെ അധ്യക്ഷൻ കഴിഞ്ഞാൽ 4ാം സ്ഥാനമാണ് സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയ്ക്കുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. ആ റൂബിയോയെ ബലിയാടാക്കിയാണ് ഇത്തരമൊരു നാടകം ഇറാനെ പറ്റിക്കാൻ ട്രംപ് നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ പ്ലാനുകൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. വിനോദ്, ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭ്രാന്തമായ നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ്, സംശയമില്ല. അങ്ങനെ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഈ നാടകത്തിന്റെ ഭാഗമാവുകയും ബലിയാടാവുകയും ചെയ്യേണ്ടി വന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. രഞ്ജിത്ത്, ഈ വഞ്ചകൻ അല്ലെങ്കിൽ ഭീരു എന്നൊക്കെയുള്ള പ്രതിച്ഛായ അത് ട്രംപിന് ഒന്നുകൂടി ചാർത്തി കിട്ടുകയാണ്. സ്വന്തം തടി രക്ഷിക്കാനായി മറ്റുള്ളവരെ ബലിയാടാക്കി ഇങ്ങനെ ഒരു കാറ്ററിംഗ് വണ്ടിയിൽ, അതായത് ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന കാറ്ററിംഗ് വാഹനമാണ്, അതിൽ കയറി ഒളിച്ചിരുന്ന് മറ്റൊരു വിമാനത്തിൽ കയറി UK പറന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ട്രംപിന് എതിരെയുള്ള ഈ ആക്ഷേപങ്ങൾ ബലപ്പെടുന്നത്. അമേരിക്കൻ തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തന്നെ ട്രംപിനെ പരിഹസിക്കുന്ന നില വരുന്നുണ്ട്. പല ഈ സോഷ്യൽ മീഡിയ പേജുകളിലുമൊക്കെ തന്നെ അമേരിക്കയിലുള്ള പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ട്രംപിനെ കളിയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സാൻഡ്വിച്ച്, ബർഗർ തുടങ്ങിയ പലഹാരങ്ങളുമായി ചേർത്ത് വെച്ച്, ബ്രെഡ് ഇതുപോലുള്ള ഭക്ഷ്യവസ്തുക്കളുമായി ചേർത്ത് വെച്ച് ട്രംപിനെ കളിയാക്കുന്ന നിരവധി കാർട്ടൂണുകളും അങ്ങനെയുള്ള കുറിപ്പുകളുമൊക്കെ തന്നെ വരികയാണ്. ഇങ്ങനെ ട്രംപ് മുങ്ങി. അത് മാർക്കോ റൂബിയോ പോലെ അവരുടെ ഏറ്റവും സ്റ്റേറ്റ് സെക്രട്ടറി, ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ഇറാൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്തതിൽ ഒരാൾ മാർക്കോ റൂബിയോ ആണ്. ഈ കരാറുകൾ കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരാളാണ്. ഇത് സമാധാനപരമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെട്ട ഒരാളാണ് റൂബിയോ. അതോടൊപ്പം തന്നെയാണ് അവരുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, അദ്ദേഹവും ഈ എയർഫോഴ്സ് വണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു. ട്രംപ് ആകട്ടെ നേരെ ഗോവണി വഴി ഈ വിമാനത്തിലേക്ക് കയറുകയും മറുവശത്തെ ഒരു ഗോവണി വഴി ഇറങ്ങി ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്ന കാറ്ററിംഗ് വാനിൽ കയറി മറ്റൊരു ചെറു വിമാനത്തിൽ കയറി UK പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് ഈ വിമാനം എയർഫോഴ്സ് വണ്ണും ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ലാൻഡ് ചെയ്തു. അതിനുശേഷം ട്രംപ് വീണ്ടും രഹസ്യമായി ഈ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറുകയും പുറത്തിറങ്ങി വന്ന് ആൾക്കാരെ കൈവീശി കാണിക്കുകയും ചെയ്തു. ഇങ്ങനെ നടത്തിയ ഒരു നാടകം, അല്ലെങ്കിൽ ഇവരെ ബലി കൊടുക്കാൻ നടത്തിയ ഒരു കാര്യം, അത് പുറത്തു വന്നതോടുകൂടി ട്രംപിൻ്റെ പ്രതിച്ഛായ കൂടുതൽ മോശമാവുകയാണ്. ഇവിടെയും പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഇസ്രായേലാണ്. അവസാന നിമിഷം ട്രംപിന് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തത് ഇസ്രായേലാണ്. അത് മൊസാദിൻ്റെയൊക്കെ തന്നെ ഒരു നിർദ്ദേശമായിരുന്നു ഇസ്രായേൽ കൈമാറിയതെന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതായത് ട്രംപിനെ ഇറാൻ എങ്ങനെ വിമാനത്തിൽ ആക്രമിക്കും എന്നൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകണം എന്ന ഒരു കാര്യമാണ് ട്രംപ് ഇതിന് മറുപടി പറഞ്ഞത്. പിന്നീട് വിവാദമായപ്പോൾ ഞാനില്ലെങ്കിൽ നിങ്ങളാരുമില്ല എന്ന തരത്തിലൊരു ഒഴുക്കൻ മട്ടിലെ മറുപടി പറഞ്ഞ് ട്രംപ് തലയൂരുകയായിരുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ആളുകളെ ഇങ്ങനെ വിമാനത്തിൽ ഇട്ടുകൊടുത്തു. അതിൽ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, വൈറ്റ് ഹൗസിലെ ജീവനക്കാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരടക്കമുള്ളവരുണ്ടായിരുന്നു. ഇവരെ എല്ലാം തന്നെ ഈ വിമാനത്തിൽ ഇരുത്തിയിട്ട് ട്രംപ് മറ്റൊരു പിൻവാതിൽ വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മളിത് ആദ്യമായല്ല രഞ്ജിത്ത്, ട്രംപിന് നേരെയുള്ള ചില വധശ്രമങ്ങൾ അതുകൂടി ഈ ഭീതിക്ക് അടിസ്ഥാനമാകണം. കാരണം ഈ പെൻസിൽവാനിയയിലെ റാലിയിൽ ഉണ്ടായ ഒരു വധശ്രമ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ട്രംപിൻ്റെ ചെവിക്ക് വെടിയേറ്റിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു
രക്ഷപ്പെടുകയായിരുന്നു ട്രംപ്. അതോടൊപ്പം തന്നെയാണ് ഈ വൈറ്റ് ഹൗസിൽ ഈ വർഷം തന്നെ നടത്തിയ ഒരു ഡിന്നർ, അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർക്ക് വേണ്ടി നടത്തിയ ഡിന്നറാണ്. അതിനുള്ളിലേക്ക് ആയുധധാരി കടന്നു കയറുകയും വെടിവെക്കുകയും ആദ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റ് ആൾക്കാരെയൊക്കെ ജെ ഡി വാൻസിനെ ഉൾപ്പെടെ രക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോഴും പരിഹാസം വന്നു, ട്രംപിനെ രക്ഷിക്കാൻ ആരുമില്ല. ട്രംപ് അവിടെ തറയിൽ നിലത്തിരുന്ന് പിന്നീട് അവിടുന്ന് ഈ കുനിഞ്ഞ് ഓടിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റാണ് ഇങ്ങനെ വെടിവെപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മാറ-എ-ലാഗോയിലെ ഫ്ലോറിഡയിൽ അദ്ദേഹത്തിൻ്റെ ആഡംബര വസതിയുണ്ട്, അവിടെ ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അന്നും ട്രംപ് തലനാരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഡ്രോൺ ആക്രമണം ട്രംപ് നേരിടേണ്ടി വന്നു. UFC അത് അന്ന് ഡ്രോൺ ഉപയോഗിച്ചില്ല, പക്ഷേ ഡ്രോൺ ഉപയോഗിക്കാൻ 6 അംഗ സംഘം എത്തുകയും അവരെ രക്ഷാസേന വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു. ഇങ്ങനെ പലകുറി ട്രംപിന് നേരെ ചില വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാനമായത് ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ്. അതായത് ഇറാൻ്റെ പരമോന്നത സൈന്യത്തിൻ്റെ നേതാവായിരുന്നു, സൈന്യത്തിൻ്റെ മേധാവിയായിരുന്നു ഖാസിം സുലൈമാനി. 2020 ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് ആദ്യമായി ഇറാൻ പ്രഖ്യാപിക്കുന്നത് ട്രംപിനെ വകവരുത്തുമെന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ വിമാനത്തിൽ നിന്ന് ഇങ്ങനെ മുങ്ങിയത്. തീർച്ചയായും അങ്ങനെയാണ് ഉദ്യോഗസ്ഥരടക്കം ബലിയാടാകേണ്ട ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.